വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഉച്ച തൊട്ടുള്ള വ്ളോഗിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഉച്ചയായി, ഞങ്ങൾ കുളിച്ചു റെഡിയായി, കുറിയൊക്കെ തൊട്ട് കണ്ടില്ലേ. അപ്പം കുറച്ച് ബിരിയാണി ചോറ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ധ്യാനൂസിനും. അപ്പോൾ രാവിലെ നിഷാടൻ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞാൽ വരണമെന്നൊക്കെ പറഞ്ഞ് പോയതാണ്. ഉച്ചയ്ക്ക് മുന്നേ എത്തി. അപ്പം ആൾക്ക് വേണ്ടി ഞാൻ കുറച്ചുകൂടി പെട്ടെന്ന് വെച്ചു. ചോറൊക്കെ കഴിച്ച് അവിടെ ഉറക്കമായി രാവിലെ പോയതുകൊണ്ട്. അപ്പോൾ അവസാനം നമ്മളിപ്പോൾ കഴിക്കാൻ പോവുകയാണ്. നമുക്ക് ചോറ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും ഇച്ചിരി ലിവറിൻ്റെ റോസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ടി ബിരിയാണി പെട്ടെന്ന് സെറ്റായി കൊടുത്ത് നമ്മളും കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റെ ധ്യാനൂസ് ഇന്നത്തെ ഉച്ച ഭക്ഷണം. ഇത് ലിവർ ഇട്ടിട്ടുള്ള ബിരിയാണി, അത് ഫ്രൈഡ് റൈസ് ഇന്നലെ വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു. ഇത് കുറച്ച് ലിവർ റോസ്റ്റ്, ഇത് കുറച്ച് ബീഫ് റോസ്റ്റ്. ഇന്നലെ വാങ്ങിയിട്ട് കഴിച്ചില്ല കേട്ടോ, കുറച്ചാക്കിയിട്ട് ബാക്കി വെച്ചിരുന്നുകൊണ്ട് ഞാൻ അടുത്ത് നിന്ന് ബിരിയാണി ആക്കി. അപ്പോൾ ഉച്ചയ്ക്കത്തെ കാര്യം തീരുമാനമായിട്ട്. അപ്പോൾ ഇന്ന് ഉച്ചോട്ടുള്ള വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ഇന്നലെ അപ്പോൾ നമ്മൾ ലുലു എന്നൊരു സാധനം വാങ്ങിച്ചു. ഇത് നമ്മൾ മിക്കപ്പോഴും വാങ്ങിക്കുന്ന ഐറ്റമാണ്. ചോക്ലേറ്റ് സ്ട്രോള്, നല്ല സാധനം, 150 രൂപയാണ് കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള സാധനമാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ വേറൊരു സാധനം വാങ്ങി കാണിച്ചു തരാം. ഇത് കേട്ടോ, ഇത് അവിടെ തന്നെ ബേക്ക് ചെയ്യുന്ന കേക്കാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കേക്ക്. നമ്മൾ സാധാരണ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന കേക്കാണ് കേട്ടോ, അവിടെ തന്നെ ബേക്ക് ചെയ്യുന്ന കേക്ക് നല്ല രസമാണ്. ഇത് കാഷ്യൂ ലോഫിൻ്റെയാണ്. പക്ഷേ വേറെ പല വെറൈറ്റി കാണും. എന്താണ് നമ്മുടെ പേര്, ബീട്രൂട്ട്, ബദാം, അങ്ങനെ പല പല ഫ്ലേവർ, പൈനാപ്പിളൊക്കെ ആണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കാഷ്യൂ ആണ്. അതിൻ്റെ റേറ്റും കണ്ട് 160 രൂപയാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അപ്പം ഇതൊന്നും ഇങ്ങനെ നോക്കാം. ഇതെല്ലാവരും കഴിച്ച്, ഏകദേശം എല്ലാവരും കഴിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇങ്ങനെ ഓരോ റോൾ കണക്കാണിരിക്കുന്നത്. 2-3 റോളാണ് നമ്മൾ കഴിച്ച് കേട്ടോ. ഇനി ഒരു റോൾ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കണം. അപ്പം ഇന്ന് കുറച്ച് കഴിച്ച് നോക്കാം. ഇങ്ങനെ ഇരിക്കും കേട്ടോ, ബ്ലാക്ക് ഫോറസ്റ്റ് പോലെ ഒക്കെ സൈല കൊള്ളാം. അപ്പോൾ ഇവിടെ രാവിലെ പോയിട്ട് വന്നുകൊണ്ട് കിടക്കുന്ന ഉറങ്ങി കേട്ടോ. 3 മണിയപ്പോൾ ധ്യാനത്തിന് ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ കൊണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടിയിൽ കൊണ്ടാക്കാൻ വിചാരിച്ച് ഇറങ്ങിയാണ്. ഞങ്ങളുടെ ഒരു 3 മണിയായപ്പോഴത്തേക്ക് ധ്യാനൂസാണ് വീഡിയോ എടുക്കുന്നത്, പല്ലും വിളിച്ചിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ പെട്ടെന്ന് അവിടെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് പിന്നെ നമുക്ക് വയലിൻ ക്ലാസ് ഉണ്ട്, അതിന് പോകണം. അവന് ചെറിയ മഴക്കോളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വരുന്നേ ഉള്ളൂ. ഇച്ചിരി വെയിൽ കിട്ടിയിട്ട് ദിവസം നമുക്ക് തുണിയും കാര്യങ്ങളൊക്കെ ഉണക്കിയെടുക്കാൻ ഇച്ചിരി വെയിലൊക്കെ കിട്ടി. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് കയറി അവരെ വീട്ടിനോടെ കൊണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ധ്യാനൂസ് ആ വീട്ടിനോട് കയറി പോകണം. മെയിലാണ് ട്യൂഷൻ പഠിപ്പിക്കുന്ന സമയമാമി. അപ്പോൾ അവൻ കയറിപ്പോയി പഠിക്കാനായിട്ട് പോയി. വെയിലുണ്ട് ഗൈസ്, ഉള്ള വെയിലൊക്കെ തുണിയൊക്കെ ഉണക്കിയൊക്കെ എടുത്ത് ധ്യാനൂസ് ട്യൂഷൻ ഉണ്ടാക്കി വീട്ടിൽ വന്നു. അമ്മ വിളിച്ച് അവിടെ റംബൂട്ടാൻ നിൽക്കണം, നോക്കട്ടെ. അവൻ കിടന്ന തുള്ളാണ് കൂട്ടിക്കിടന്ന്. നിനക്ക് അടി വേണോ? അതൊക്കെ വെച്ചവിടെ കെട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ അവനെ കൂട്ടിലിട്ടാണ് അവനെ വളർത്തുന്നത്. ഇവനെ സ്വാതന്ത്ര്യം കൂടി ഇപ്പോൾ ഇരിയോടെ ഇരിക്കെ. എല്ലാ വർഷത്തെ അത്ര റംബൂട്ടാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ പിടിച്ചതെല്ലാം പോയി. അമ്മാമയോടെ നിൽക്കുന്നതാണ് കേട്ടോ. ഇച്ചിരിയൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ അത് പിച്ച് കേട്ടോ. അപ്പം ഈ സ്ഥിരം വീണ മരത്തിലല്ല, തൊട്ടിപ്പുറത്തുനിന്നൊരു മരത്തിലാണ്. അപ്പം ഇത് വരിക്കയല്ല, കൂഴയാന്ന് തോന്നുന്നു. വരിക്കയും കൂഴയുടെ മിക്സ് ആയെന്ന് തോന്നുന്നു. ചെറിയ മധുരമുണ്ട്, നല്ല പുളിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഒറ്റ കൊലയെ നിൽക്കുന്നു. അതിനൊക്കെ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അത് കറക്റ്റ് ഒരു കൊലയായിട്ട് വീണ്. പക്ഷേ വീഡിയോ എത്തിയപ്പോൾ ചില്ലേ ടൈപ്പ് പക്ഷേ വീണ് കേട്ടോ. കുഞ്ഞ് സൈസേ വവ്വാലടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വവ്വാലടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അത്രയും. അപ്പോൾ എനിക്ക് ഈ സംഭവം കടിച്ചാണ് കൂടി. അപ്പോൾ എന്നെ വഴക്കുള്ളൂ, നീ എല്ലാം കടിച്ചു കൂടി വവ്വാലടിച്ചാണ്, ഈ ഉപ്പയൊക്കെ വരട്ടത്തൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. എന്താണോ ഈ സാധനം കണ്ടാൽ എനിക്ക് കടിച്ച് പൊട്ടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. എന്നോട് കൈവിട്ട് പൊട്ടിക്കാൻ പറ്റത്തില്ല. പുളിപ്പുണ്ടെന്നു കൊള്ളുന്നത്. എന്നാലും വരിക്കയല്ല കേട്ടോ, കൂഴയാണ്. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഐറ്റംസാണ് വരിക്കയിൽ വരുന്നത്. എന്നാലും അമ്മയുടെ ഇച്ചിരിയും പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. ഭയങ്കര കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ നിൻ്റെ മേലിൽ നിന്ന് കയറി പറിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. താഴെ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ പിച്ചിയൊക്കെ എടുത്ത് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ റംബൂട്ടാൻ ഇത്തവണ. പക്ഷേ അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ, പുളിപ്പൊക്കെ ആയിരുന്നു, ഭയങ്കര പുളിപ്പ്. ചെറിയ സൈസ്. നമ്മുടെ മനുഷ്യനൊപ്പം ആഴമുള്ള കുളം. ഇത് നത്തയ്ക്ക എന്നല്ല, വേറെ വല്ലതും പറയും. ടനക്കാതിരി ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് ടനക്കും. അയ്യോ, ഫോക്കസ് ആവണില്ല. ഗപ്പികളുള്ള കുളമാണ് ഗൈസ്. കണ്ടു നമ്മുടെ ഗപ്പികൾ പോകുന്നത്. കുറേ ഉണ്ട്, അതെല്ലാം വെള്ളം നിറഞ്ഞ് ചൂട് കൊടുത്താന്. അതെ, നേരത്തെ
ഇതിന് നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുന്നത്? നമ്മളിവിടെ പറയുന്ന അത്തയ്ക്ക എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെയൊക്കെ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യാം കേട്ടോ. പുതിയ വല്ല പേരുകളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ മുട്ടയാണ് ഈ സൈഡിൽ ഇരിക്കുന്നത് പറഞ്ഞ് നീ കാണിച്ചു തന്നിട്ട്. അപ്പം ചെറുതായിട്ട് ഫോക്കസ് ആയില്ല ജസ്റ്റ് ഞാൻ തൊട്ടപ്പോഴത്തേക്ക്. അപ്പോൾ അതാ കുറച്ച് അധികം തോനെ വെറൈറ്റി ഓഫ് ഗപ്പികളായി കേട്ടോ. ഇത്രയും വലിയ കുളമാണ്, നല്ല ആഴവും ഒരു രീതിയൊക്കെ ഉണ്ട് കേട്ടോ. ഹലോ ഗായ്സ്, ഞാനപ്പോൾ കുറച്ച് റംബൂട്ടാനുമായിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ്. കൊള്ളൂല, കൂഴയാണ്. വരിക്കയായിരുന്നു കഴിഞ്ഞ വർഷം പിടിച്ചെത്തോണ. കൊള്ളൂല, കൂഴ കൊള്ളാം. ചെറിയ പുളിപ്പും മധുരവും എല്ലാം ഉണ്ട്. നമ്മുടെ ഫിഷ് ടാങ്കിലെ ഫൈറ്ററിന് ഒരു കൂട്ടായിട്ട് നമ്മൾ നത്തക്കി ഇട്ട് കൊടുക്കുകയാണ്. അത് തിന്നാൾ എന്താണെന്ന് വെച്ചിരിക്കുക. അങ്ങനെ മാറ്റി വേറെ നല്ല കളറുള്ള വാങ്ങിക്കണം. ഇട്ടൂട് മേടിച്ചു നത്തക്കാനായിട്ട് വേണ്ട, രാവിലെ കൊടുത്ത്. നല്ല വൈറ്റ് കളർ നീലയായിരുന്നു. ഇപ്പം അതിന് ഇതൊക്കെ പോയി. ഇതിനൊരു ആയുസ് വളരെ കുറവാണ്. ഞാനപ്പം ചായ ആയിട്ട് വന്ന് ഇപ്പം ഒരാളിൽ അവനെ വിളിക്കാൻ പോകുന്നു ജാനൂസിനെ. ചായയും ബിസ്ക്കറ്റും എടുത്തപ്പോൾ വട വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറയണം. കൊണ്ടുവരുമോടേ വട? മേടിച്ചെന്നാൽ പിന്നെ വട വരട്ടെ. ചായ തണുപ്പ് വരുന്നുണ്ട്. എല്ലാവരും ചായ കുടിച്ചു ഗൈസ്. ഞാൻ ചായ കുടിക്കട്ടെ. ലിയോ ചായ കുടിക്കാൻ ഇവിടെ ഇരിക്കുമ്പോൾ അവനെ ഇരിക്കും. അവന് ബിസ്ക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ഒരു ബിസ്ക്കറ്റ് കൊടുക്കാം. ബിസ്ക്കറ്റ് വേണോടാ? വേണോ? വേണോ? അവിടെ ഇരിക്കണം. കടിക്കരുത്, ചാടി. കടിക്കരുത്. ഇത്രയുടെ ആവശ്യമുള്ളൂ. ചായ തീർന്നപ്പോൾ വട. പട്ടി അടിച്ചിരുന്നു ചേ. പഠിച്ചടിച്ചാൻ കടി നീ. അയ്യോ വടങ്ങി തരട്ടെ പോട്ടെ. അതിൻ്റെ അച്ഛൻ പാടത്തോളം കയറിയ വയ്യ. ആ കൊച്ചിനെ കൊണ്ടാണ് എല്ലാ ബാലവേളം ചെയ്യുന്നത് കേസ്. നിങ്ങളത് കാണണം കേസ്. ഒരു ഗേറ്റ് പോലും അടക്കി ഇറങ്ങൂലി മനുഷ്യൻ. അല്ല, ഏതാണ് ഞങ്ങൾ താങ്ങണം? നമ്മളെല്ലാം അവരെ കൊണ്ട് താങ്ങിക്കുകയാണ്. ഇത്ര പെട്ടെന്ന് പോയിട്ട് എൻ്റെ ചായ തീർന്നു. ചായ കുടിച്ചു നോക്കപ്പോഴാണ്. ചായ എനിക്ക് ചൂടോടെ കുടി. ഉഴുന്ന് വട കേസ്. ഉഴുന്ന് വട, തമിഴൻ്റെ ഉഴുന്ന് വട, ഉള്ളിവട, ഉഴുന്ന് വട. അപ്പോൾ ആ ഫുള്ള് ചവറൊക്കെ ഉണ്ടായിരുന്നിട്ട് മൊത്തം മഴയല്ലായിരുന്നു. ഇന്നത്തെ മഴ തോന്നിക്കുന്ന വെയിൽ കൊണ്ട്. അപ്പോൾ ആദ്യത്തിനും ക്ലാസ് 7 മണിക്ക് വെച്ചാൽ നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തൂത്ത് വരികയാണ് കേട്ടോ. കുറേയൊക്കെ തൂത്ത് സൈഡ് വെച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാം തൂത്ത് ഫ്രണ്ടിൽ നിന്ന് തൂത്തുകൊണ്ടൊക്കെ പോവുകയാണ് ഗൈസ്. അപ്പോൾ ആഴ്ച ഒരു ദിവസമല്ലേ തൂക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ ലിയോ എൻ്റെ കൂടെ നടക്കണം. അവനെ കൂടെ നിർത്തിയേക്കുന്നതാണ്. കൈ വിട്ടാവാൻ പോയി ചക്ക തിന്നും. അതുകൊണ്ടാണ് അവനെ കൂടെ നിർത്തിയത്. ചക്ക ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ വീഴുന്നുണ്ട്. പക്ഷേ ഇവനെ അഴുകി കിടന്നാലും അത് പോയി കഴിക്കും. അതുകൊണ്ട് ഞാൻ വിടാതെ പിടിച്ചേക്കും. സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ക്ലാസ് നമുക്ക് 7 മണിക്കാണ് വയലിൻ ക്ലാസ്. വയലിൻ ക്ലാസ്സിൽ പോകണം. അപ്പം നമ്മൾ വയലിൻ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 7 മണിക്കാണ് സാർ ക്ലാസ് പറഞ്ഞത്. പക്ഷേ സാർ ഇപ്പോൾ അവിടെ എത്തി കൊണ്ട് വിളിച്ചു. സാർ 7 മണിയാണ് പറഞ്ഞപ്പോൾ നമ്മൾ 6:30 ആകുമ്പോൾ ഇറങ്ങാൻ വിചാരിച്ചാണ്. നമ്മളപ്പോൾ 6:30 ആയപ്പോഴേ ഇറങ്ങിയുള്ളൂ. 6:30 കഴിഞ്ഞല്ലേ, 6:45. ഓക്കെ, അപ്പോൾ ഇതൊരു വയലിൻ ക്ലാസ്. അപ്പോൾ വയലിൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു കേട്ടോ. അപ്പം എന്താ നമുക്ക് ഉണ്ടെന്നുള്ള ദോശയ്ക്കുള്ള മാവ് ആക്കി. ഞാനും അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ചോറ് തന്നിട്ട് വന്നിട്ട് അവർക്ക് ഗോതമ്പ് ദോശ ഇടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗോതമ്പ് ദോശയ്ക്കുള്ള മാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ. അപ്പോൾ ഇന്നത്രയ്ക്കുള്ള വിശേഷങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ അടുത്തിടുന്ന വീഡിയോസ്, പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും.